അമേരിക്കൻ ഐക്യനാടുകളെക്കുറിച്ച് പുറം ലോകത്തെ അറിയിച്ച ലോകപ്രശസ്ത കടൽ സഞ്ചാരി ക്രിസ്റ്റഫർ കൊളംബസ് ഇറ്റലിക്കാരനാണെന്ന നിഗമനം ആകെ മാറുകയാണ്. കൊളംബസിന്റെ നേരിട്ടുള്ള തലമുറയിൽപ്പെട്ട നിരവധി ആളുകളുടെ DNA പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് ഗവേഷകർ ഇത് കണ്ടെത്തിയത്. ഇറ്റലിയിലെ ജനോവയിൽ ഒരു സാധാരണ കുടുംബത്തിലാണ് കൊളംബസ് ജനിച്ചതെന്നും പിന്നീട് സ്പെയിനിലെ രാജകുടുംബത്തെ സ്വാധീനിച്ച് അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെയുള്ള ചരിത്രപരമായ യാത്രയ്ക്ക് പണം കണ്ടെത്തുകയായിരുന്നു എന്നുമാണ് നൂറ്റാണ്ടുകളായി ചരിത്രകാരന്മാർ വിശ്വസിച്ചിരുന്നത്. എന്നാൽ സീറ്റോജൻ ലബോറട്ടറിയിലെയും മാഡ്രിഡിലെ കംപ്ലൂട്ടിയൻസ് സർവകലാശാലയിലെയും ഗവേഷകർ പുറത്തുവിട്ട പുതിയ പഠന റിപ്പോർട്ട് അനുസരിച്ച് ക്രിസ്റ്റഫർ കൊളംബസ് ഗലീഷ്യൻ പ്രഭുക്കന്മാരുടെ പരമ്പരയിൽപ്പെട്ട ഒരാളാണെന്നാണ്. പ്രശസ്തമായ സോട്ടോമെയർ വംശവുമായി അദ്ദേഹത്തിന് ജനിതക ബന്ധമുണ്ടെന്നാണ് പുതിയ സൂചനകൾ വ്യക്തമാക്കുന്നത്. 15-ാം നൂറ്റാണ്ടിൽ വടക്കു പടിഞ്ഞാറൻ സ്പെയിനിൽ വലിയ രാഷ്ട്രീയ സൈനിക സ്വാധീനമുണ്ടായിരുന്ന കുടുംബമായിരുന്നു സോട്ടോമെയർ. കൊളംബസ് ജനിച്ചത് ഇറ്റലിയിലെ ഒരു സാധാരണ കുടുംബത്തിലാണെന്ന പരമ്പരാഗതമായ വിശ്വാസത്തിന് വിപരീതമായിരുന്നു ഈ കണ്ടെത്തൽ. ഗലീഷ്യസ് പ്രഭുവും പെട്രോ മദ്രുഗ എന്ന പേരിൽ അറിയപ്പെടുന്നതുമായ പെട്രോ അൽവാരസ് ഡി സോട്ടോമെയർ ആയിരിക്കാം കൊളംബസിന്റെ പൂർവികൻ എന്നാണ് ജനിതക തെളിവുകൾ നൽകുന്ന സൂചന. സ്പെയിനിലെ കൗൺസ് ഓഫ് ജെൽവസ് കുടുംബക്കല്ലറയിൽ അടക്കം ചെയ്ത 12 പേരുടെ DNA പരിശോധിച്ചതിൽ നിന്നാണ് ശാസ്ത്രജ്ഞർക്ക് ഈ സൂചന ലഭിച്ചത്. കൊളംബസിന് ഗലീഷ്യൻ വേരുകളുണ്ടെന്ന വാദത്തിന് 1 നൂറ്റാണ്ടിലേറെ പഴക്കമുണ്ടെങ്കിലും അതിനെ സാധൂകരിക്കുന്ന ഏറ്റവും ശക്തമായ ജനിതക തെളിവുകൾ ലഭിച്ചത് ഇപ്പോഴാണ്. കൊളംബസിന്റെ നേരിട്ടുള്ള തലമുറയിൽപ്പെട്ട കൊച്ചുമകൾ ഉൾപ്പെടെയുള്ള 7ഓളം പേരെ അടക്കം ചെയ്ത ജൽവസിലെ സാന്റാ ഡി മറിയ പള്ളി കേന്ദ്രീകരിച്ചായിരുന്നു പ്രധാനമായും ഗവേഷകർ പഠനം നടത്തിയത്. ഈ കല്ലറയിൽ നിന്നും പുറത്തെടുത്ത 12 പേരിൽ ചരിത്രപരമായി യാതൊരു ബന്ധമില്ലാത്ത 2 വ്യക്തികളുടെ ജനിതക ഘടനയ്ക്ക് സമാനതകളുണ്ടെന്ന് ഗവേഷകർ കണ്ടെത്തി. അതിലൊരാൾ കൊളംബസിന്റെ നേരിട്ടുള്ള പിൻതലമുറക്കാരനായ ഫോർഹെ ആന്റോണിയോ ഡി പോർച്ചുഗൽ ആയിരുന്നു. മറ്റൊരാൾ ഗലീഷ്യൻ പ്രഭു കുടുംബാംഗമായിരുന്ന മറിയ ഡി കാസ്ട്രോ ഗിറോൺ ഡി പോർച്ചുഗൽ ആയിരുന്നു. ഈ 2 വ്യക്തികൾ തമ്മിലുള്ള അപ്രതീക്ഷിത ജനിതക ബന്ധം ഗവേഷകരെ പെട്രോ മദ്രുഗ എന്ന പ്രഭുവിലേക്ക് എത്തിച്ചു. 10,000-ത്തിലധികം വരുന്ന ജനിതക മാർക്കറുകളും 16 തലമുറയിൽപ്പെട്ട കുടുംബചരിത്രവും വിശകലനം ചെയ്യുന്ന കമ്പ്യൂട്ടർ മോഡലും ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ ഇവരുടെ പൊതുവായ പൂർവികൻ പെട്രോ മദ്രുഗ തന്നെയാണെന്ന് ഗവേഷകർ കണ്ടെത്തി. പരിശോധനയുടെ ഭാഗമായി കമ്പ്യൂട്ടർ മോഡലിൽ നിന്നും പെട്രോ മദ്രുഗയെ ഡിജിറ്റലായി നീക്കം ചെയ്തപ്പോൾ ഈ ജനിതക ബന്ധം പൂർണ്ണമായി ഇല്ലാതായി. ഇതിൽ നിന്നും കൊളംബസിന്റെ കുടുംബ പരമ്പരയിലെ പ്രധാന കണ്ണി ഇദ്ദേഹമാണെന്ന് ഗവേഷകർ ഉറപ്പിച്ചു.